ജാവറ എന്റെ പച്ചക്ക് ഇരിക്കണു. ഞാൻ എന്റെ ഒരു ചങ്ങായി ഉണ്ടേ. അപ്പൊ ഓനൊരു കൊട്ടോട്ടർച്ച കൊടുത്തോണ്ടാൻ വേണ്ടി പോയിക്കണേ. കുറച്ച് വിറക് കൊണ്ടുവരാണ്ട്. ഇപ്പൊ എന്തായാലും ഒരു പണിയില്ല. അപ്പൊ ഓന്റെ ഇപ്പൊ ഇങ്ങനെ കൂടി കൊടുക്കരുതാണ്ട് ഇങ്ങനെ ഇരുന്നത് അവിടെ. ജാവറ എന്നെ കണ്ടതേതായാലും നന്നായി. ഞാൻ വൈകുന്നേരം എന്നെ കാണാൻ നിൽക്കുന്നു. സംഭവം എന്താ വെച്ചാലേ നമ്മളെ മുസ്തഫാന്റെ കാര്യം പറയാന് അവന്റെ ഒപ്പം എന്നെ കണ്ടിരുന്നു. എന്തൊക്കെ വീട് വെക്കണ സംബന്ധിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു കാര്യം സംസാരിക്കാനും ഇതിനു വേണ്ടിട്ട്. മുജിബാക്ക, മുസ്തഫാന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഓനെ കുറെ കാലമായിട്ട് കാണുന്ന ആളാ. ഞാൻ മാത്രമല്ല, നിങ്ങൾ ഓനെ കണ്ട് നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. ഓന്റെ അടുത്തുനിന്ന് തൊള്ളിയിൽ കയറൂല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാ. ഇതിന്റെ ഒന്നും കേടുപോനല്ല. ഓന്റെ ഒരു അന്ത്രമുണ്ട്, റഹീം. ഓനാണ് ഇതിന്റെ എല്ലാ ഫസാദും ഓന്റെ അടുത്ത് ഉണ്ടാവുക. ഓപ്പൊ കുറച്ച് ഗൾഫിലൊക്കെ പോയി കുറച്ച് പൈസ ഉണ്ടാക്കിയിരിക്കണു. അതിന്റെ ഒരു ഉങ്കും അതും ഇതും കാട്ടി നടക്കണം ഓന്റെ പരിപാടി. ഇപ്പൊ ഇവിടുത്തെ പടച്ച ഓനാന്നാണ് ഓന്റെ വിചാരം. അല്ല, അത് ശരിയാണ്. അത് ഞാനും കേട്ടക്കണു. ഇപ്പൊ ഞാനേ നമ്മളോട് പറഞ്ഞാൻ പക്കേ രണ്ടാളും വിളിച്ചിക്കാണ്ടേ ഒന്ന് ചോദിക്കാം. വിജയന്റെ ഒപ്പം ഒന്ന് പോരേണ്ടി വരും. കേട്ടോ? അതായിക്കോട്ടെ മുജിബാക്ക, നിങ്ങൾ എപ്പോഴാന്ന് വെച്ചാൽ വിളിച്ചോളൂ, ഞാൻ പോരാ. പിന്നെ നിങ്ങൾ എന്തായാലും ഒന്ന് പറഞ്ഞുകാണ്ടേ ഓനും പെരല്ലാത്തൊക്കെ നിങ്ങൾക്കും അറിയാലോ. അത് എങ്ങനെയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നന്നാവും അത്. അതായിക്കോട്ടെ, ഞാൻ എപ്പോഴാച്ചാ എനിക്ക് വിളിക്കാം കേട്ടോ. മുജിബാക്ക, എനിക്കൊരു കാര്യം പാടെ പറയാണ്ട്. കാരണോലുണ്ടല്ലോ യൂസുഫ്, ഓന്റെ കുട്ടിന്റെ കല്യാണം ഇപ്പൊ ഒരു ടീം വന്നു നോക്കി പോയിക്കണ്. ഇപ്പോ നമ്മളിഞ്ഞൊരു അന്വേഷണം പാടെ ഉണ്ട്. ഏകദേശം ശരിയായ മാതിരി തന്നെയാണ് ഇപ്പൊ അത്. അപ്പൊ നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ തിരിച്ചു തരേണ്ടി വരും. കാരണം നിങ്ങൾക്ക് അറിയാലോ, കാരണോലില്ല, എത്തിയും കുട്ടിയാണ്, നിങ്ങൾക്ക് അറിയാലോ. നമ്മളാരും ഒന്നും എടുത്തുവെച്ചോ ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കാണ്ട് ഒന്ന് ചെയ്ത് തരേണ്ടി വരും കേട്ടോ. ചിലപ്പോ എനിക്ക് അതായിക്കോട്ടെ ജാബിറ, നമുക്ക് എന്താ വെച്ചാ ചെയ്യാം കേട്ടോ. അപ്പൊ ടൈം ആവുമ്പോ പറയോണ്ടേ. ഞാനും യൂസുഫും കൂടി കുറെ കാലം അവിടെ ഉണ്ടായിരുന്നു. ഇത്ര ചെറു പ്രായത്തിൽ തന്നെ മരിച്ചു സുഖമില്ലാതെ. എന്തപ്പോ കോട്ടുന്നു ഓരോ വിധിയാണത്. ആയിക്കോട്ടെ കേട്ടോ.